ചങ്ങയമ്മറ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മളെ നാട് രണ്ടു പേർക്ക് കൊടുക്കുന്ന രണ്ടു തരം നീതിയെ കുറിച്ചാണ്. ഒന്നാമത്തേത് ഉമർ ഖാലിദ്, JNU വിദ്യാർത്ഥി. 5 വർഷമായി വിചാരണ പോലും കൂടാതെ തീഹാർ ജയിലിലെ ഇരുട്ടറയിൽ കിടക്കുകയാണ്. 5 വർഷമായി. വേറൊരാൾ ആശാറാം ബാപ്പു, ഒരു കള്ള സന്യാസി, സ്വന്തം ആശ്രമത്തിലെ പെൺകുട്ടിയെ അടക്കം ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ച് ജയിലിൽ കിടക്കുന്ന ആശാറാം ബാപ്പുവിന് നമ്മുടെ കോടതി 6 മാസത്തേക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ 6 മാസത്തേക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞ ആള് ആശാറാം ബാപ്പു, പീഡനത്തിന്റെ മുകളിൽ പീഡനം, പീഡനത്തിന്റെ മുകളിൽ പീഡനം, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊടും ക്രൂരന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പരോള് കൊടുക്കുന്നത്. അതും നമ്മളെ കോടതി. ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കാത്തതും നമ്മളെ കോടതിയാണ്. ആശാറാം ബാപ്പു എന്ന കൊടും ക്രിമിനലിന്, കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം പീഡിപ്പിച്ച കൊടും ക്രിമിനലിന് പരോള് കൊടുക്കുന്നത് നമ്മുടെ കോടതിയാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. മനീഷ രാധാകൃഷ്ണൻ ചെയ്ത വീഡിയോ. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഞാൻ വേറൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മനീഷ രാധാകൃഷ്ണൻ ഉമർ ഖാലിദിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് വരാം. നമസ്കാരം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും MPhilഉം PhDയും ഒക്കെ പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ 5 വർഷമായി ജയിലഴിക്കുള്ളിലാണ്. 37 വയസ്സ് മാത്രം പ്രായമുള്ളൊരു തടവുകാരൻ. ഒരാൾക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ജോലി ചെയ്യാനും കുടുംബം ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്നൊരു സമയം. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവന് പ്രായം 33 ആരാണ് അയാൾ? അയാൾക്കെതിരെ ചുമത്തപ്പെട്ട കേസ് എന്താണ്? അവനെതിരെ ചുമത്തപ്പെട്ട കേസ് UAPA ആണ്. അവന്റെ പേര് ഉമർ ഖാലിദ് എന്നാണ്. എന്തിനാണ് അവനെതിരെ UAPA ചുമത്തപ്പെട്ടത്? പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് അവൻ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാകുന്നത്. തലസ്ഥാനം സമര കലുഷിതമായിരുന്നൊരു സമരം ഉണ്ടായിരുന്നു 2020 ഫെബ്രുവരിയിൽ. ആ സമയത്ത് CIA വിരുദ്ധ സമരക്കാർക്ക് നേരെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഹിന്ദുത്വ സംഘടനകൾ ഒരു അക്രമം അഴിച്ചുവിട്ടു. CIA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം. ആ ആക്രമണത്തിൽ 53 പേരാണ് മരിച്ചത്. പക്ഷെ ഡൽഹി പോലീസ് പ്രധാനമായും കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ ആയിരുന്നു. പലർക്കുമെതിരെ UAPA ചുമത്തപ്പെട്ടു. പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. വിചാരണ പോലും നിഷേധിക്കപ്പെട്ടു. ഉമർ ഖാലിദ് അതിലൊരാളാണ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 2020 സെപ്റ്റംബർ 14 ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 24 അയാളെ 10 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഒക്ടോബർ 28 ഉമറിനെ വിചാരണ ചെയ്യാൻ അനുമതിയായി. നവംബർ 22 ഉമറിനും ഷർജീം ഇമാമിനുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഉമറിന് കയ്യിൽ വിലങ്ങിടരുത് എന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ അവനെ വിലങ്ങ് അണിയിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. പിന്നീട് ഉമർ സമർപ്പിച്ച ജാമ്യ ഹർജികൾ തുടർച്ചയായി മാറ്റിവെക്കപ്പെട്ടു. ജാമ്യം നിരസിക്കപ്പെട്ടു. 2 വർഷത്തിന് ശേഷം, അതായത് 2022 ഡിസംബറിൽ അവന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവന് കോടതി ഇടക്കാല ജാമ്യം കൊടുത്തു. 7 ദിവസത്തേക്കായിരുന്നു ജാമ്യം. പിന്നീട് നിരന്തരമായി ഉമറിന്റെ ജാമ്യം വീണ്ടും നീട്ടിവെക്കുകയും നിരസിക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ 2024 ഫെബ്രുവരി 14 ഉമർ അവന്റെ ജാമ്യ ഹർജി പിൻവലിച്ചു. ഇന്നവൻ തിഹാർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ കഴിയാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ പിന്നിടുകയാണ്. അവന്റെ ജയിൽ ജീവിതം 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ തിഹാർ ജയിലിലെ ആ നിശബ്ദതയിൽ ഇരുന്നുകൊണ്ട് അവനൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അവൻ ഈ രാജ്യത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതീക്ഷ എന്ന വാക്ക് എന്നെ ഭയപ്പെടുത്തുന്നു. എനിക്കിപ്പോൾ പഴയതുപോലെ ശുഭാപ്തി വിശ്വാസങ്ങളേയില്ല. 5 വർഷമാകുന്നു. ഒരാൾക്ക് പ്രണയിക്കുവാനും വിവാഹം കഴിക്കുവാനും ജോലി നേടുവാനും കുടുംബം ഉണ്ടാക്കുവാനും കഴിയുന്നത്ര സമയമാകുന്നു. ഞങ്ങളെ മോചിപ്പിക്കാൻ സമയമായോ? പ്രതീക്ഷ. ഇനി ആ 38-കാരൻ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷയായിരിക്കും? തന്റെ ഏറ്റവും നല്ല 5 വർഷം, തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 5 വർഷം ആ ഇരുട്ടറയിൽ കഴിയേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ചേക്കട്ടെ. അത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാവും നമ്മളൊക്കെ. ആലോചിക്കാൻ വരെ കഴിയുമോ നമുക്കൊക്കെ അത്? ആ അവസ്ഥ ഉമർ ഖാലിദ് എന്ന യുവാവിന് വന്നത് ഭരണകൂട ഭീകരതക്കെതിരെ പ്രതിഷേധിച്ചത് കൊണ്ട് മാത്രമാണ്. അന്നത്തെ പ്രശ്നത്തിൽ കുറ്റവാളികളായ സംഘപരിവാറുകാർ പുറത്ത് ആഘോഷിക്കുമ്പോൾ ആ പാവം ഒരു കുറ്റവും ചെയ്യാതെ ആ ജയിലിനുള്ളിൽ നരകയാതന അനുഭവിക്കുകയാണ്. എന്തായിരിക്കും എന്നിട്ടും അവന് ജാമ്യം കിട്ടാതെ? ആ സംഭവം നടക്കുമ്പോൾ ഉമർ ഖാലിദ് ആ സ്ഥലത്തില്ലായിരുന്നു എന്ന് അതിന്റെ തെളിവടക്കം കാണിച്ചിട്ടും എന്തായിരിക്കും ഉമർ ഖാലിദിന് ജാമ്യം കിട്ടാത്തത്? പക്ഷെ അതേ സമയമാണ് ആശാറാം ബാപ്പു എന്ന കൊടും ക്രിമിനലിന്, പീഡനത്തിന്റെ മുകളിൽ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രിമിനലിന്, 87 വയസ്സുള്ള കൊടും ക്രിമിനലിന് നമ്മളെ കോടതി ആരോഗ്യപരമായ കാരണങ്ങളാൽ പരോള് കൊടുക്കുന്നത്. ഒരു കേസിലെല്ലാം മൂപ്പർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് കേസിലാണ്. അത്രയും കൊടും കുറ്റവാളിയായ ഒരാൾക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ പരോള് കൊടുക്കുമ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത 38-കാരൻ വിചാരണ കൂടാതെ 5 വർഷമായി നമ്മുടെ ജയിലഴിക്കുള്ളിലാണ്, ഇന്ത്യയിലെ ജയിലഴിക്കുള്ളിലാണ്. ആശാറാം ബാപ്പുവിന് ജാമ്യം കിട്ടിയപ്പോൾ അത് ആഘോഷിച്ചതും സംഘപരിവാറാണ്. ഉമർ ഖാലിദിന് ജാമ്യം കിട്ടാതിരിക്കും
ആഘോഷിക്കുമ്പോൾ അത് ആഘോഷിക്കുന്നതും സംഘപരിവാറാണ്. ഇതുപോലെ കുറച്ചു കാലം മുന്നേ വേറൊരാളുടെ മരണം സംഘപരിവാർ ആഘോഷിച്ചിരുന്നു. അത് വേറെ ആരുമല്ല, സ്റ്റാൻ സ്വാമി എന്ന പാവത്തിന്റെ. അതും ഇതുപോലെ ജയിലറക്കുള്ളിൽ കൊടും ക്രൂരത അനുഭവിച്ചിട്ട് അവസാനം സ്റ്റാൻ സ്വാമി മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അന്നും ആഘോഷിച്ചത് സംഘപരിവാറായിരുന്നു. സ്റ്റാൻ സ്വാമി മരണപ്പെട്ട ദിവസം ബോംബെ കോടതി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അതെന്താണെന്നറിയോ? സ്റ്റാൻ സ്വാമിയുടെ മരണം നമ്മളിൽ ഞെട്ടലുണ്ടാക്കുന്നുവെന്ന്. അതിനുശേഷം ഒരുപാട് സ്റ്റാൻ സ്വാമിമാർ ഉണ്ടായിട്ടുണ്ട്. അവർ ജയിലറകൾക്കുള്ളിൽ നരകിച്ച് മരിച്ചിട്ടുണ്ട്. അതിനുശേഷം പക്ഷെ കോടതി ഞെട്ടിയിട്ടേയില്ല. സ്റ്റാൻ സ്വാമിയുടെ മരണം ഉണ്ടാക്കിയ ഞെട്ടല് അധികകാലം നിന്നതുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം ഉമർ ഖാലിദ് ഒരു സ്റ്റാൻ സ്വാമി ആവാതിരിക്കട്ടെ എന്ന്. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.